എന്നിരുന്നാലും ലൈവിലുമൊക്കെ ചിലതുള്ളത് കൊണ്ട് പൊതുവിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്: മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്ന്. അങ്ങനെ എഴുതിയിരിക്കുന്നു. മക്കളെ വളർത്തിയാൽ പോരാ, ശിക്ഷിച്ച് വളർത്തണം. പിള്ളേര് വളരുകയല്ല, പിള്ളേരെ വളർത്തും. അനേക ഭവനങ്ങളിൽ പിള്ളേര് വളരുക, അതിന്റെ അപാകതയുണ്ട്. എന്നാൽ ദൈവകുഞ്ഞുങ്ങളോട് പറയാം, പിള്ളേര് വളരുകയല്ല, പിള്ളേരെ വളർത്തണം. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് ഞാൻ കിടക്കുന്നത്, ഞാൻ വേറൊരു വിഷയമാണ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. വളരുന്നതും വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ നാട്ടിലൊക്കെ ഈ പുറമ്പോക്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പച്ച, ഞങ്ങളവിടെ അങ്ങനെ പറയുന്നത്. ഇവിടെ എന്തുവാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഇവിടെ എന്തുവാ വേറെ എന്നാലും കമ്മ്യൂണിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇത് ആരും വളർത്തുന്നതല്ല. ഇന്ന് വരെ ഞാൻ അടുത്ത കാലത്ത് ഇതുവരെ കേട്ടിട്ടില്ല കുറച്ച് കമ്മ്യൂണിസ്റ്റ് എഴുതി വളർത്തിക്കൊണ്ടിരിക്കുക. ഇത് വളരില്ല. എന്നാൽ സഹോദരിമാരോട് പറഞ്ഞ കുറച്ചുകൂടെ മനസ്സിലാവും, അവർക്ക് അതിനോട് കൂടുതൽ താല്പര്യം. കരിയാപ്പ് വളർത്തുക. കരിയാപ്പില്ലാത്ത വീട്ടിൽ എവിടെ നിന്നേലും ഒരു കരിയാപ്പിൻ്റെതായി കൊണ്ടുവന്ന് പാരണ്ട പറഞ്ഞ് തന്നെ ആട്ടിൻകാട്ട് വിട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. എത്രയോ സ്ഥലത്ത് പോയ ആട്ടിൻകാട്ടം കൊണ്ടുവന്നു. പടിഞ്ഞാറൻ നാട്ടിലൊക്കെ ആണ് പറയാം, ചെങ്കല്ല് പൊടിച്ച് അതിന്റെ വളർത്തുക. അപ്പം പറഞ്ഞത് മാത്രം പോലെ കഞ്ഞിവെള്ളം. ഞങ്ങൾ കഞ്ഞി വെച്ചിട്ട് എത്രയോ നാളായി, എല്ലാം വെളിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. വീട്ടിൽ കഞ്ഞി വെക്കുന്നേ നമുക്ക് കരിയാപ്പൊന്ന് വളർത്താൻ വേണ്ടി ഇന്ന് രാത്രി കഞ്ഞി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവര് പറഞ്ഞത് ഇതുകൊണ്ട് മാത്രമൊന്നുമില്ല, മുട്ടയുടെ തോട്. അപ്പൊ അത് വളർത്തണം. മനസ്സിലായി? വളരുന്നതും വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അനേക വീടുകളിൽ കുഞ്ഞുങ്ങൾ അങ്ങ് വളരുക, എന്നാൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ദൈവം ഇവർക്ക് അവകാശമായി കൊടുത്ത കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം കൃപ കൊടുക്കട്ടെ. വളർത്തേണ്ട വിധം അവിടെ എഴുതിയിട്ടുണ്ട്. ശിക്ഷിച്ച് വളർത്തണം. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ അതിനെ ഒത്താശ പറയരുത്, തെറ്റ് തെറ്റാണെന്ന് പറയണം. അത് അവരെ ബോധ്യപ്പെടുത്തണം. അത് പാടില്ല, അങ്ങനെ സംസാരിക്കരുത്. അടിക്കേണ്ട സന്ദർഭമാണെങ്കിൽ അടി കൊടുത്ത് വളർത്തണം. അപ്പൊ വേദപുസ്തകത്തിലെ പ്രമാണം അങ്ങനെ. പിള്ളേരെ ഇപ്പൊ അടിക്കരുതെന്നാ പുതിയ കണ്ടുപിടുത്തവും അതിന്റെ അപാകത ഉണ്ട്. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കും. അടിയുടെ ഫോഴ്സ് വരെ സംബന്ധിച്ച് ഇത്ര ആയത്തിൽ അടിക്കണമെന്നാണ്. പൊട്ടിപ്പോകത്തക്ക തല്ല്. അങ്ങനെ ഏളിക്ക് പറ്റിയൊരു കുഴപ്പം, പിള്ളേരെ ശാസിക്കുകയല്ല, ശാസിച്ച് അമർത്തിയില്ല. ശാസിച്ചാൽ പോരെ, ശാസിച്ച് അമർത്തണം. ഞാൻ ഇന്ന് ആ ഭാഗമൊന്നും പറയുന്നില്ല. വേറൊരു വിഷയമെടുത്ത് ചില കാര്യങ്ങൾ വചനത്തിൽ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ദൈവത്തിന്റെ മകത്ത് അതിന്റെ ഭാഗമെല്ലാം വിടുക. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. തലമുറയ്ക്ക് ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും വിവേകവും ദൈവകൃപയെല്ലാം ദൈവം പകരട്ടെ. അതിന്റെ നന്ദി സൂചകമായിട്ടാണ് ദൈവമക്കളെല്ലാം കൂടെ ഇന്ന് ഒന്നിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഒന്നിച്ച് ഈ ഭവനത്തിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ദൈവം അവരെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം വായിച്ച് ചില കാര്യങ്ങളെ ഓർപ്പിക്കുവാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം, അറിവുള്ള വാക്യമാണ്. ഒന്ന് വായിച്ചാൽ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. ദൈവത്തിന്റെ മകത്ത് വളരെ പരിചിതമായ ഒരു വാക്യശകലമാണ് യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം. ദൈവമക്കളിൽ പലരും ഈ വാക്യങ്ങൾ ഉരുവിട്ട് ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്.
നമുക്ക് മനഃപ്പാഠമായ ചില വാക്യങ്ങളുണ്ട്. നമ്മൾ ആ ഭാഗം വായിച്ചിട്ടില്ലെങ്കിൽ വാക്യം നമുക്ക് ഇന്ന് വരെ ആ ഭാഗം വായിക്കാത്ത ആൾക്കാരുണ്ട്. എന്നാലും വാക്യം തെറ്റാണ് കേട്ടിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു വാക്യമാണ് ഈ യെശയ്യാ 59 പ്രാരംഭ വാക്യം. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് രാത്രി അദൃശ്യനായ ദൈവത്തിന്റെ ശക്തിയുള്ള ഭുജം ചിലരെ സ്പർശിക്കുന്ന രാത്രിയാണ്. ഞാൻ യെശയ്യാ പ്രവചനത്തിന്റെ കാര്യങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. യെശയ്യാ പ്രവാചകനെ പറ്റി ഒറ്റ വാക്കിൽ വേദപണ്ഡിതാക്കൾ പറയുന്നത് സുവിശേഷ പ്രവാചകനാണ്. കാരണം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് മുൻപുള്ള വിഷയം മുതലും തിരുപ്പിറവിയും തന്റെ ജനനവും ജനന വസ്തുതയും എവിടെ ജനിക്കുമെന്നും അത് ജനിച്ചു കഴിഞ്ഞ് എങ്ങനെ ആയിരിക്കുമെന്നും എന്തൊക്കെ കഴിക്കുമെന്നും കുടിക്കുമെന്നും എവിടെ പോകുമെന്നും കന്നിപ്രസംഗം എവിടാണെന്നും ആ പ്രസംഗത്തിന്റെ ശേഷം എന്തായിരിക്കുമെന്നും മാത്രമല്ല കർത്താവിന്റെ ശുശ്രൂഷകളുടെ ദിനങ്ങളെ എവിടെയൊക്കെ ചെല്ലുമെന്നും ഏതൊക്കെ നാട്ടിൽ ചെല്ലുമെന്നും എല്ലാം യെശയ്യാവ് ദീർഘദർശി കണ്ട് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ഒടുവിൽ 53-ാം അധ്യായമൊക്കെ നമുക്ക് അറിയാം. കഷ്ടാനുഭവങ്ങളെ പറ്റി നീണ്ട പട്ടികയാണ്. തന്റെ കഷ്ടാനുഭവങ്ങള്, വ്യതകള്, പങ്കപ്പാടുകള്, അവിടുന്ന് നമുക്ക് വേണ്ടി ചിന്തുന്ന രക്തം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവിടുത്തെ തിരുശരീരം, അവിടുത്തെ തിരുമരണം, ആ തിരുമരണത്തിന് ശേഷം അവിടുത്തെ അടക്കുന്ന വിഷയം, അത് എവിടെ അടക്കുമെന്നും അതിനുശേഷമായിട്ട് അവിടുത്തെ ഉയർപ്പ്, സ്വർഗാരോപണം, സ്വർഗത്തിൽ ചെന്നുള്ള കാര്യങ്ങള്, തിരിച്ചുള്ള വരവ്, എന്തിനേറെ 1000 ആണ്ട് വാഴ്ച, ഇതെല്ലാം ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവാചകൻ യെശയ്യാ. അതുകൊണ്ട് വേദ പഠിതാക്കൾ പറയുന്നത് സുവിശേഷ പ്രവാചകനാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. ആട്ടെ, നാം ഇന്ന് രാത്രി 59-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യമാണ് വായിച്ചിരിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് ഭാഗമൊക്കെ അറിയാം. 58-ാം അധ്യായം പഠിക്കുമ്പോൾ ഉപവാസവും പ്രാർത്ഥനയും, വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസ പ്രാർത്ഥനയും വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയും, അതാണ് 58. ഉപവസിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്, ഉപവസിക്കുന്ന വ്യക്തി എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, ചുമ്മാ കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കരുത്. ഒന്നാമത് ഈ അൾസറൊക്കെ ഉണ്ടാകും. ചെറിയൊക്കെ ഉപവാസം അപ്പുറത്തുകാരോട് മിണ്ടുകയല്ല, സഹോദരങ്ങളോട് മിണ്ടുകയല്ല, ഒരു സഭയിൽ കൂടുന്നവരോട് കൈ കൊടുക്കല്ല, എന്നിട്ട് എപ്പോഴും ഇരുന്ന് ഉപവാസം. നിനക്ക് അൾസർ ഉണ്ടാകും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് നിരപ്പുണ്ടാക്കി വെച്ച് വേണം ദൈവസന്നിധി ഇരിക്കാൻ. ഉപവാസ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ട് ആ വിഷയവും ഞാൻ എടുക്കുന്നില്ല. പണ്ടേല നിങ്ങളുടെ ചിലരുടെ മുഖം വല്ലാതാകുന്നതുകൊണ്ട് ഞാൻ ഒട്ടും എടുക്കുന്നില്ല. കാരണം ഇതൊരു സ്തോത്ര പ്രാർത്ഥനയാണ്, നമുക്ക് സന്തോഷത്തോടെ പിരിയാം. പണ്ടൊരു വല്യമ്മ പറഞ്ഞ പോലെ അടിയന്തരത്തിന് വന്നേച്ച് മുടിയാന്തരമായി പോകരുത്. അതുകൊണ്ട് അടിയന്തരമായി തന്നെ പോട്ടെ. അപ്പോൾ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും, അത് 6-ാമത്തെ വാക്യം മുതൽ വായിപ്പിക്കുന്നില്ല. താഴോട്ട് പഠിച്ചു വരുമ്പോൾ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം, അതിന്റെ കാരണങ്ങളാണ് താഴത്തെ വാക്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം. ഒരു ദൈവമൈതൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ചാൽ നിന്റെ അന്ധകാരത്തെ മധ്യാഹ്നമാക്കി തീർക്കും. താഴോട്ടെ കേട് പോക്കുന്നവനെന്നുള്ള പേര് തരും എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്തെ കേട്, തലമുറയുടെ കേട്, ഭാവിയുടെ കേട്, ശുശ്രൂഷയുടെ കേട് ദൈവം മാറ്റിത്തരും. മാത്രമല്ല നീതി നിനക്ക് മുമ്പായിട്ട് പോകും. നീ ചെല്ലുന്നതിന് മുമ്പേ അത് നീതി അങ്ങ് ചെല്ലും. അതെ, ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ഇങ്ങനെ വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസവും വ്യവസ്ഥ തെറ്റിയുള്ള ഉപവാസവും. അപ്പോൾ 58-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ടുള്ള തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമൈതൽ. ഇനി 59-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ വന്നിച്ച് പറയുക, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാം. 58-ാം അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമൈതൽ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് പ്രബലരുത്. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ചിലര് അശ്രദ്ധയോടിരിക്കുന്നത് ഞാൻ കണ്ടത് കൊണ്ട് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക.
അധ്യായത്തിലെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, ആണ്ടുകളിൽ ഒരു വിടുതൽ നടന്നില്ലല്ലോ എന്നോർത്ത് പതറരുത്, നിരാശപ്പെട്ടു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. നിന്റെ ദൈവത്തിന്റെ കൈ മുറിയിട്ടില്ല. നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ദൈവത്തിന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. യാത്രക്കാരും നമ്മുടെ ദൈവത്തിന്റെ കൈ കുടുങ്ങിപ്പോയിട്ടില്ല. അതിശയമായ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് രാത്രി നമ്മെ സുഖിക്കുവാൻ, നമ്മെ സന്ദർശിക്കുവാൻ ദൈവത്തിന്റെ കരത്തിന്റെ മാഹാന്ത പറയണം. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുടുങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ നിന്നുകൊണ്ട് ചുരുക്കമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സബ്ജക്ട്, ദൈവത്തിന്റെ കൈ സ്പർശിച്ചാൽ എന്തൊക്കെ നടക്കും, അല്ലെങ്കിൽ ദൈവം നിന്നെ തൊട്ടാൽ എന്തൊക്കെ നടക്കും. ഇന്ന് രാത്രി എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവെ അവിടുത്തെ കരം വെച്ച് എന്നെ ഒന്ന് സ്പർശിക്കണമായി. വന്നതുപോലെ ഒരു സ്വത്ര പ്രാർത്ഥന കഴിഞ്ഞ് വെറുതെ പോകില്ല. അത് എല്ലാവരും ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. അവിടുത്തെ കർത്താവെ, അവിടുത്തെ ഭുജം എന്നെ ഒന്ന് സ്പർശിക്കണം. അവിടുത്തെ കരം തൊട്ട് ഇന്ന് രാത്രി എന്നെ നീക്കണമെന്ന് പറയണം. ഞാൻ പല പല വിഷയത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന, ആരോട് പറയാതെ തിരിയിരിക്കുന്ന വിഷയങ്ങളും വേദനകളുമായി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലോട് ഇന്ന് രാത്രി പറയട്ടെ, ദൈവം നിന്നെ സ്പർശിച്ചാൽ, ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ തിരിച്ചു മാറ്റമുണ്ടാകും. അതിശയനായ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം ഇന്ന് രാത്രി ജനങ്ങളെ സ്പർശിക്കട്ടെ. അതെ, ഓടിച്ചു പോകുന്ന ദൈവത്തിന്റെ മഹത്വം. ഈ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ കരത്തിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ വായിക്കുന്നത്, അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമാണ്, വിരോധമായി നിൽക്കുന്നതിന് പ്രതികൂലവും. തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും അവിടുത്തെ കൈ അനുകൂലമാണ്. നിങ്ങൾ ഒരു വാക്യം ഒന്ന് വായിച്ചേ, ചടിയടാന്ന് വാക്യം വായിക്കണേ. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 22 അതുകൊള്ള വാക്യം ചടിയടാന്ന് വായിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കണം. അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കും. അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമാണ്, ഉപേക്ഷിക്കുന്നവർക്കല്ല പ്രതികൂലമാണ്. ഇന്ന് രാത്രി നമുക്കെല്ലാം ഈ കൈ അനുകൂലമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. അല്ല, ദൈവത്തെ ധരിക്കുന്ന ബുദ്ധിമാനല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ഇന്ന് കൂടുതൽ ബുദ്ധിമാന്മാരെത്തുന്നുണ്ട്, പക്ഷെ മിക്ക ബുദ്ധിമാന്മാരും ദൈവത്തെ ബുദ്ധി കൂടി ദൈവം ഇല്ലെന്നാ പറയുന്നത്. ഇപ്പം നമ്മുടെ മേലും ചിലർക്ക് സംശയമുണ്ട്, ദൈവം ഉണ്ടോ. പിന്നെ കര ഉയർത്താൻ പറയുമ്പോ ചുമ്മാ കൈ നോക്കുക, അല്ലാതെ ദൈവമായിട്ട് വലിയ ബന്ധമൊന്നും. പിന്നെ വർഷങ്ങളായിട്ട് ഈ സഭയെ വന്നു, വർഷങ്ങളായിട്ട് വരുന്ന മാസ്റ്റർമാർ പറഞ്ഞു കരം ഉയർത്തി 3 കല്ലില്ല. അത് പറഞ്ഞില്ലെങ്കിൽ കൈ ഇങ്ങനെ, നല്ല ഡ്രൈവർക്ക് വളവ് പറയണ്ട, തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കും. വണ്ടി ഓടിക്കുന്നവർ എങ്ങനെയാ പറയുന്നത്, അറിയാതെ തന്നെ ഗിയർ
പിന്നെ പ്രതികോസി കുറച്ച് നാളുമ്പോ തന്നെ അങ്ങനെ പറഞ്ഞു അത് ശീലമായിട്ടുണ്ട്. വളമൊക്കെ വരുമ്പോ അവര് കണ്ണടക്കാൻ അയ്യോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതിനകത്ത് കയറി പാത്തിരിക്കുക. അതുകൊണ്ട് മാസ്റ്റർമാരിങ്ങനെ അല്ലേറിയ പറയാനാ ഒരുങ്ങുന്നത് നിങ്ങൾക്കും അറിയാം. ഒരു പ്രാർത്ഥന നിർത്തുമ്പോൾ ഒരു 3 കല്ലേറിയ അത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. ഇന്ന് പറയിപ്പിക്കുന്നില്ല. കാരണം ഇത് വർഷങ്ങളായിട്ട് നമ്മൾ ശീലിച്ച് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ശീലത്തോട് ഇന്ന് രാത്രി പോകരുത്. ഈ രാത്രി അവിടുത്തെ സ്പർശനം ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. അന്വേഷിക്കുന്ന ഏവർക്കും ഈ കൈ അനുകൂലമാണ്. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും മറന്നിരിക്കുന്നവർക്ക് ഈ കരം പ്രതികൂലമാണ്. എന്നെ കേൾക്കുന്ന ആർക്കും ഈ കാര്യം പ്രതികൂലമാകരുത്. എന്നെ കേൾക്കുന്ന സകലർക്ക് ഇന്ന് രാത്രി അവിടുത്തെ കൈ അനുകൂലമായി. ഈ അല്ല ഞാൻ സമയമുള്ള ഇല്ലാത്തത് കൊണ്ട് ഓടിച്ചു പോവുകയാണ്. നമ്മുടെ പ്രത്യേക രോഗമാണല്ലോ. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ കരത്തിന്റെ ഒരു പ്രത്യേകത അലങ്കാര ഭാഷയിൽ ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഉപമകളും ഉപമാനങ്ങളും ഉപമേയം ഒക്കെയാണ്. അപ്പോൾ അതിലെ ഒരു അവിടുത്തെ കരത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളമാണ്. നിങ്ങളാണ്ട് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. ഉത്തമഗീതം 5:14. മൈക്ക് കൂടെ ചടിയാണെന്ന് വായിക്കുന്നുണ്ട്. നന്നായിരിക്കും. മൈക്ക് കൂടെ വായിക്കാം. നമുക്ക് കേൾക്കാമെങ്കിലും ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കത്തില്ല. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ. സഹോദരിമാരൊക്കെ ചടികടാന്ന് വായിക്കുന്നവരുണ്ടെന്നാൽ നിങ്ങൾക്കും വായിക്കാം, ഷടയെന്ന് വായിക്കാം. എങ്കിലും മൈക്കിൽ കൂടെ വായിച്ചാൽ കുറച്ചുകൂടെ നന്നാ. നിങ്ങളെ ഒന്നും ഷാരോങ്കാരെ ഞങ്ങൾ തിരുവല്ലാക്കാരെ വന്ന് ഷാരോങ്കാരുടെ വായന നടക്കുന്നതെന്ന് പറയരുത്. ആർക്കും വായിക്കാം, ഉറക്കെ വായിക്കും. പിന്നെ ചെല്ലിരിപ്പം കണ്ട് ഞങ്ങൾ അങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് തെളിയണ്ടെന്ന അത് തെളിയുന്നില്ല. തെളിയാതെ തന്നെ പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ വായിക്കുന്നത് അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണമായിട്ട് 2 ലോകം പതിച്ചിരിക്കുന്നു. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം തന്നെ അരിമമണവാളനാകുന്ന യേശുക്രിസ്തുവിന് നെടലായിട്ടാണല്ലോ. ഒരു ഇടയ ചെറുക്കനും ഒരു പെൺകുട്ടി അവൻ ശലോമോനും ഒക്കെയാണല്ലോ ഇതിന്റെ പ്രതിപാദ്യ വിഷയം. ഇടയ ചെറുക്കൻ യേശുക്രിസ്തുവിന് നെടല, ആ പെൺകുട്ടി മറ്റാരുമല്ല, സഭയാണ്. ശലോമോൻ ലോകത്തിന്റെ കാര്യം കൂടിയാണ് കാണിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് പ്രത്യാശ വർദ്ധിക്കുകയും ചെയ്യും. അല്ലാതെ പഠിച്ചാൽ നമ്മൾ ഈ പുസ്തകം വായിക്കത്തില്ല, ആവശ്യമില്ലാത്ത എഴുതി വെച്ചേക്കെന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആണെങ്കിൽ പഠിച്ചാൽ ഈ യെരൂശലേം പുത്രിമാർ ചോദിച്ചു ശൂലേക്കാരിയോട്, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വന്നു. 9-ാം വാക്യം വായിക്കാൻ. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവരെ, ആ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവരെ നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെക്കാൾ എന്തുവാ വിശേഷത? കാര്യം ചോദിച്ചു. നിന്റെ പ്രിയനെ മറ്റു പ്രിയന്മാരെ. അപ്പൊ വിശേഷതയാണ് 10-ാം വാക്യം മുതൽ വായിച്ചേ. 10-ാം വാക്യം മുതൽ എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠ. താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം അംഗപ്രത്യംഗ വർണ്ണനയാണ്. തലമുടി മുതൽ നഖം വരെ. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന നല്ലത്. തലമുടി മുതൽ നഖം വരെ അംഗപ്രത്യംഗ വർണ്ണന. ആ വർണ്ണനയുടെ ഇടയ്ക്ക് പറഞ്ഞ പദമാണ് 14-ാം വാക്യം. അവന്റെ കൈകൾ ഗോമേതകം പതിപ്പിച്ചിരിക്കുന്ന 2 ലോകങ്ങൾ അവിടുത്തെ കരത്തിൽ പതിപ്പിച്ചു. 1 ഗോമേതകം, 2 സ്വർണം. ഈ 2 ലോകവും വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനത്തെ 2 വിഷയത്തെ കാണിക്കുന്നു. സ്വർണം ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തിന്റെ രാജത്വത്തെ, അനുഗ്രഹത്തെ കാണിക്കുന്നു. വന്നു മകർ നിന്നടുക്കൽ പറ്റിയോടെ പൊന്നെ മൂല കുന്തിരിക്കം കാഴ്ച വച്ചു. വന്നു മകർ നിന്നടുക്കൽ പറ്റിയോടെ പൊന്നെ മൂല കുന്തിരിക്കം കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവന്നിയെന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമാസിയോ മണവാളനെ ശ്രീ നരപതിയെ സിയോ മണവാളനെ. അവിടുത്തെ രാജത്വത്തെ കാണിക്കാം. 3 കൂട്ടം സാധനം പൊന്നെ മൂരെ കുന്തിരിക്കാം. നിങ്ങൾക്കറിയാം, ഭാഗമൊക്കെ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് അത് രാജത്വത്തെ, അനുഗ്രഹത്തെ കാണിക്കും. അപ്പൊ ഉത്തമഗീതത്തിൽ വായിച്ചത് അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന
സ്വർണ്ണനാളം. അപ്പോൾ സ്വർണം അനുഗ്രഹത്തെ ന്യായത്വത്തെ കാണിക്കുന്നു. ഗോമേതകം തിരുവചനത്തിന്റെ വ്യാഖ്യാനത്തിൽ ന്യായവതിയെ കാണിക്കുന്നു. ന്യായവതിയെ. കാരണം അഹരോന്റെ മാനപ്പതക്കത്തിൽ 2 കല്ലുണ്ടല്ലോ. ആ കല്ല് 2 കല്ല് അത് ഗോമേതകത്തിന്റെ കല്ലാണ്. ആ കല്ല് ഗോമേതകൻ ന്യായവതിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോമേതകം ദാൻ ഗോത്രത്തിന് നിഴല. ഞാൻ വേറെ വാക്യങ്ങളൊക്കെ ചേർത്ത് കോർത്താ പറയേണ്ടത്, സമയമില്ല. അതുകൊണ്ട് ലോപിച്ചു. പിന്നെ നിങ്ങൾ അയവരകാലക്കാർ നല്ല തിട്ടമുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ ഇതുവരെ വേറെ പുസ്തകം തുറക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിട്ടമുള്ളത് കൊണ്ട് ഇതുവരെ നിങ്ങൾ പുസ്തകം പലരും തുറന്നിട്ടില്ല. ഇനി തുറക്കുകയും നമുക്ക് ശാന്തമായിട്ട് തുറക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തിട്ടമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗോമേതകൻ ദൈവത്തിന്റെ ന്യായവതിയെ കാണിക്കും. കാരണം ഗോമേതകൻ ദാൻ ഗോത്രത്തിന്റെ നിഴലാണ്. പുസ്തകത്തിൽ അങ്ങനെ ആവർത്തനത്തിൽ വായിക്കുന്നത്. ദാൻ 39 അധ്യായത്തിലും ആവർത്തനം 33 ദാനെ പറ്റി പറയുമ്പോൾ ദാൻ വടിയിലൊരു പാമ്പും പാവയിലൊരു സർപ്പം, അവൻ കുതിരകളുടെ കുതികാല് കടിക്കും, പുറത്തിരിക്കുന്നു മറന്ന്. അപ്പൊ ഈ ദാൻ ഗോത്രം ന്യായവതിക്കുന്നതല്ല. ആ ദാൻ ഗോത്രക്കാരുടെ നിഴലായിട്ടാണ് ഗോമേതക കല്ല്. അപ്പൊ ഇത് ന്യായവതിയെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വർണം ന്യായത്വത്തെ കാണിക്കുന്നു, ഗോമേതകൻ ന്യായവതിയെ കാണിക്കുന്നു. ഈ 2 ലോകങ്ങൾ അവിടുത്തെ കയ്യിലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കാം. അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഈ കരം അനുഗ്രഹത്തിന്റെ കരം. അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരം. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവിക ആരാധനയോടും ദൈവിക ശുശ്രൂഷയോടും മറുത്തു മത്സരിക്കുന്നവർക്ക് ഈ കരം ന്യായവതികളുടെ കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയയോട് പറയട്ടെ, നമുക്കോ നമ്മുടെ കുടുംബത്തിലോ സമോ ദേശത്തിലോ ഈ കരം ന്യായവതിയാകരുത്, ഈ കരം അനുഗ്രഹമാകണം. ഇന്ന് രാത്രി നമ്മുടെ കുടുംബത്തിലും നിങ്ങളുടെ സന്തതിക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ കരം. എന്നാൽ ദൈവത്തോടും ദൈവവചനത്തോടും മരതലിക്കുന്നവർക്ക് ഇത് ന്യായവതിയുടെ കരം. അതിന് തെളിവ് ദീർഘവർഷങ്ങൾ ഇസ്രായേലിലായിരുന്ന ഇസ്രായേൽ മക്കളെ ഫറവോൻ പീഡിപ്പിച്ചൊടുവിൽ വിടാതെ വന്നപ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷതയുണ്ടായി. മോശയോട് ദൈവം പറഞ്ഞു, ഈ ഫറവോനിൽ നിന്ന് മോഹം കൂട്ടിന് അഹരോനെയും മിരിയാമിനെയും വിട്ടെന്ന മീഖാ പ്രവചനത്തിൽ ആട്ടെ. അപ്പോൾ മോശ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് ഫറവോനെ മുഖം കാണിക്കും. അപ്പൊ ഫറവോൻ ചോദിക്കും, ഇനി ആരാ വിട്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ദൈവമാ വിട്ടത്. അപ്പം ഫറവോൻ ചോദിക്കും, നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താ? സ്തോത്രം. നിങ്ങളുടെ ദൈവത്തിന്റെ അന്നേരം തമ്പുരാൻ പറഞ്ഞു, ഞാനാകുന്നവൻ. പറഞ്ഞാണ് ഞാനാകുന്നവൻ. യേശു അങ്ങനെ ആണല്ലോ, ഞാനാകുന്നു എന്നാ പറയുന്നത്. ഈ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവോ ഞാനാകുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞു, ഞാനാകുന്നവൻ. അത് സാധാരണ ചില മനസ്സിലാകാത്തവർക്ക്
എന്ന രീതിയിൽ പറയാം. നിങ്ങൾക്ക് അറിയാം, ഓർപ്പിക്കുക. ഞാനാകുന്നവൻ ഞാനാകും എന്ന് പറഞ്ഞാൽ ഉദാഹരണമാണ്, മുടക്കുണ്ടാക്കാനല്ല. ഭർത്താവ് വീടിന് വെളിയിൽ പോയി, രാത്രിയായിട്ടും വന്നില്ല. പഴയ രീതി വെച്ചാണ് ഞാൻ പറയുന്നത്. റാന്തൽ വിളക്കാണെങ്കിൽ അതിൽ ഇപ്പോഴല്ലേ ഇലക്ട്രിസിറ്റി, പണ്ടാ അത്ര സുലഭമല്ലല്ലോ. റാന്തൽ വിളക്കിന്റെ തിരിതാത്ത് ഭാര്യ ഉറക്കടച്ചിരിക്കുക. അകത്ത് കഥകളൊക്കെ സാക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഇപ്പോഴല്ലേ 4 കൂട്ടല്ല, 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി പിടിച്ചു നോക്കി സാക്ഷ്യം. അപ്പോ ഭർത്താവ് വെളിയിൽ പോയി കാണുന്നില്ല, ഉറക്കടച്ചില്ല. പിള്ളേരെല്ലാം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കും. ഉദാഹരണമാണ്. അത്രയും ഭർത്താവ് വെളിയിൽ വന്ന് ഒന്നേ കഥകെ മുട്ടി, അല്ലെ വിളിച്ചു, പേരൊക്കെ വിളിച്ചു, സാറാമെന്ന് വിളിച്ചു. ഉടനെ അകത്തിരുന്ന് ആരാ? ഈ പേടിച്ചാലും ശബ്ദം കൂടും. ധൈര്യം ഉണ്ടെങ്കിലും അങ്ങനെ ഉണ്ട്. ധൈര്യം ഉണ്ട്, ആരാ? പേടിച്ചാലും ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. ആരാ? ഉടനെ തിണ്ണെ നിന്ന് കുഞ്ഞുഞ്ഞ് പറഞ്ഞ ഞാനാ. ഉടനെ അകത്തിന്ന് റോസമ്മ, ഏത് ഞാൻ? അങ്ങനെ എങ്ങാനും നീ ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് വെളുക്കുന്നതിന് മുന്നേ നീ അറിയും. 30 വർഷം കൂടെ താമസിച്ച കുഞ്ഞുഞ്ഞ് തിന്നെ നിന്ന് ഞാനാണ് പറയുമ്പോൾ 30 വർഷം കൂടെ താമസിച്ച റോസമ്മയ്ക്ക് ഏത് ഞാനാന്ന് ചോദിച്ചാൽ കുഞ്ഞു ഞാനാന്ന് വെളുക്കുന്നതിന് മുന്നേ റോസമ്മ അറിയും. അല്ലെ കുഞ്ഞുഞ്ഞല്ല, ഞാനൂല. മനസ്സിലായില്ല? മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു ആശയം. ഞാനാകുന്നവൻ ഞാനാകുന്ന നീ പറവോട് പറയുന്ന കാരണം, നീ തടുത്തു വച്ചിരിക്കുന്ന, തടഞ്ഞു വച്ചിരിക്കുന്ന എന്റെ കരത്തെ ആരാധനയ്ക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ ആരാധന നീ ദീർഘവർഷങ്ങളായി പീഡിപ്പിക്കുന്ന, നീവനെ കൈപ്പാക്കി ദീർഘവർഷങ്ങളായി പീഡിപ്പിക്കുന്ന, നീ തടുത്തു വച്ചിരിക്കുന്ന, തടഞ്ഞു വച്ചിരിക്കുന്ന എന്റെ ജനത്തെ നീ ആരാധനയ്ക്ക് വിട്ടായിരുന്നെങ്കിൽ ഞാൻ ആരാധന നീ അറിയാമോ? നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ. നീ തടുത്തു വെച്ച ജനത്തെ ആരാധനയ്ക്ക് വിട്ടില്ലെങ്കിൽ ഞാൻ ആരാധന നീ അറിയും. ഞാൻ ലോകത്തുള്ള സകല ബന്ധുക്കോസുകാരോടും ദൈവമക്കളോടും പറയാം, നിങ്ങൾ ഒരു പാർട്ടിക്കാരനെ പുറകെ പോകണ്ട, ഒരു മെമ്മാരോടം കൊണ്ട് പോകണ്ട, ഒരു ക്രിക്കറ്റിങ്ങിന് പോകണ്ട, ഒരു മന്ത്രിയെ കാണേണ്ടത് അന്തരിയം കാണണ്ട. അത് മുട്ടുമടങ്ങി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം
രാവിലെ പിന്നെയും പോകാം. അതുകൊണ്ട് ഞാൻ പിടിച്ച് നമ്മളതിലെ നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പിടിച്ചിട്ടില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചങ്ങലയൊന്നും വലിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പണി ഇത് തന്നെ. നിങ്ങൾ പിന്നെ യോഗം കഴിയുമ്പോൾ പറയുമ്പോൾ എൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ പുള്ളി അത്രയും സമയം എടുക്കണ്ടേ? ഞങ്ങളിതൊക്കെ ഒത്തിരി ആവർത്തി വായിച്ചതാ. തോമാച്ചായം വന്ന കാലത്ത് ഇത് ഞങ്ങളോട് ശാരണായതുകൊണ്ട് ആ തോമാച്ചാന്റെ കാര്യം പറയുന്നത്. IPC ആയിരുന്നു ഞാൻ 300 സാറിന്റെ കാര്യം പറഞ്ഞു. മഴ പറഞ്ഞല്ലേ കൂടിയിടുന്നേ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദീർഘമാകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ദൈവത്തിന്റെ കയ്യാണ്. അപ്പൊ ഈ ഫലമോൻ ജനത്തെ വിട്ടയക്കുന്നില്ല. അപ്പൊ മോശം പ്രാരംഭത്തിൽ ചെന്ന് ന്യായമായിട്ട് പറഞ്ഞു ജനത്തെ ആരാധനയ്ക്ക് വേണ്ട. പുള്ളി വെച്ച് ആരാധനന്നൊക്കെ വിവരിക്കുന്നില്ല. അപ്പൊ തമ്പുരാനോട് മോശം പറഞ്ഞു, ഇടുന്ന ലക്ഷണമില്ല, കുഴപ്പമില്ല, ബാധ കഴിക്കാൻ പോകും. നമുക്ക് പ്രാരംഭത്തിൽ 9 ബാധ, മൊത്തം 10 ബാധ, അതിൽ പ്രാരംഭത്തിൽ 9. ഈ 9 ബാധ തരംതിരിച്ച് പഠിക്കേണ്ടതാ. അതിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. 3 ബാധ വെച്ചായിരുന്നു പഠിക്കേണ്ടത്. അത് ചില ബാധ മൊത്തത്തിൽ വന്നു, ചിലത് ചില ഏരിയ തിരിച്ചു വന്നു, ചിലത് നേരത്തെ പറഞ്ഞിട്ട് വന്നു, ചിലത് പറയാതെ വന്നു. കൽമടി ഒന്നും പറയാതാണ്. സ്തോത്രം ആണ് നമ്മുടെ വിഷയം. അപ്പൊ ഈ ബാധ അങ്ങോട്ട് അയച്ചത് മിസ്രയീം ദേശത്തെ ഒരു ബാധയാണ്. ഈ മോശ വടിയെടുത്ത് നിലത്ത് പൊടി ആട്ടിച്ചപ്പം മിസ്രയീമിലെ പൊടി മുഴുവൻ പറ പൊടി മുഴുവൻ മനുഷ്യന്റെ മൃഗങ്ങളുടെ മേലെല്ലാം പേനെ കൊണ്ട് ഇവർ പൊറുതി കൂട്ടി. അവിടെ വാക്കിയുണ്ട്, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. അടുത്ത വാക്യത്തിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട്. അപ്പൊ പേൻ കണ്ടാലും ഉണ്ടെങ്കിൽ ഓർത്ത് വേണം. യോഗത്തിനിടയിൽ പോത്രം പോലും പറയുക. അപ്പൊ ഈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേരുളവായത് കൊണ്ട് മന്ത്രവാദികൾ പറയുന്ന ഒരു പദമുണ്ട്. രാജാവ്, ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് മാറിയതല്ല, സോപ്പ് മാറിയതല്ല, ഇത് ദൈവത്തിന്റെ കരമാണ്. വായിച്ച പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ച ന്യായവതികളുടെ കരമാണ്. പുറപ്പാട് 8:18 വായിക്കേ. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേരുളവാക്കാൻ നോക്കി, അവർക്ക് കഴിഞ്ഞില്ലതാനും. അടുത്തത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേരുളവായത് കൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വിരല കൈയാണ്. ഇത് എണ്ണമാരം തേച്ചത് ചെല്ലു പറയാം, ഷാമ്പൂ മാറിയത് കൊണ്ടാ. ഞാൻ പണ്ട് ബലാ വിളിച്ചാതി എണ്ണയാ തേച്ചോണ്ടിരുന്നു. ഇപ്പം അസനമിഷ്ടാതിക ബലാ വിളിച്ചാൽ എണ്ണ അവിടെ എണ്ണ ഉപ്പാവനറിയാം. ബലാ വിളിച്ചാതി അസനമിഷ്ടാതി. പണ്ട് ബലാ വിളിച്ചാതി തേച്ചോണ്ടിരുന്നു. ഇപ്പൊ ഞാൻ കടപ്പനാട് വന്നേ പിന്നെ അസനമിഷ്ടാതിക. ഏത് ഇഷ്ടാതി തേച്ചാൽ ഇത് ദൈവത്തിന്റെ കയ്യാ. ഇത് എണ്ണക്കേടല്ല, വെള്ളക്കേടല്ല, ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെതല്ല. ഈ ജനത്തെ